ആമേ സ്തോത്രം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് വായിക്കാം. ആമേ സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എബ്രായ ലേഖനം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്. ഒഴുകി അങ്ങനെയാ കൊടുത്തിരിക്കുന്നതാ. ഒഴുക്കിൽപ്പെട്ടാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഇല്ലേ? പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ, പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. ആമി ഒരാള് കുത്തൊഴുക്കിൽപ്പെട്ടോ അല്ലെങ്കിൽ 3 പേര് ഒഴുക്കിൽപ്പെട്ട് ആമി സ്വന്തം മരിച്ചുപോയി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഒഴുകിപ്പോയാൽ, ഒഴുകി പോകാതിരിക്കാൻ സൂക്ഷിക്കാനാ പറയും. ഒഴുകിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല. ആമി സ്വന്തം അത് മരണത്തിലേക്കും മരണക്കയത്തിലേക്കും ആമി നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നമ്മുടെ കേൾവി, ഞാൻ ഇന്ന് ആമേ സ്വതം ചിന്തിപ്പിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം കേൾവിയെക്കുറിച്ചാണ്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണമെന്നാണ് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കേൾവി, ആമേ സ്തോത്രം, ഈ കേൾക്കപ്പെടുന്ന ഈ വചനം പ്രിയമക്കളെ ഏറ്റെടുത്തെന്നാൽ മാത്രമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകത്തുള്ളൂ. പറയുന്ന ഞാൻ ഇതിൽ നിന്ന് ഒഴികഴിവുള്ളവനല്ല, കേൾക്കുന്ന നിങ്ങളും ഇതിൽ നിന്ന് ഒഴികഴിവുള്ളവരല്ല. ആമേ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഈ വചനപ്രകാരം ന്യായവിധിക്ക് മുമ്പാകെ നിൽക്കേണ്ടതായി വരും എന്നുള്ളത് ആ തിരിച്ചറിയും ബോധവും പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകുകയും അത് കരുതിക്കൊള്ളുകയും ചെയ്താൽ മാത്രമേ ഒഴുകിപ്പോകാതിരിക്കത്തുള്ളൂ. പലരും ഈ സദ്വർത്തമാനം കേട്ടതാ, പക്ഷെ കേട്ടവർക്കൊന്നും അത് ഗുണകരമായി വന്നില്ല എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ കേട്ടതുപോലെ പലരും കേട്ടതാ, നമ്മൾ കണ്ടതുപോലെ കണ്ടതിനേക്കാൾ അധികം പലരും കണ്ടതാ, പലരുടെയും ജീവിതത്തിൽ അത് ഗുണത്തിന് കാരണമായി തീർന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം തന്നെ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമേ, എബ്രായ ലേഖനം 4. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവരെല്ലാവരും കേട്ടതാ, അവരെല്ലാവരും കണ്ടതാ. ആമേ, മേഘത്തിലിറങ്ങി, നമ്മളെപ്പോലെയൊന്നും അല്ല. ആമേ സ്തോത്രം, അവര് ദൈവത്തിന്റെ ശബ്ദം കേട്ടവരാ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടലുകൾ ഡയറക്റ്റ് അനുഭവിച്ചവരാ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആമേ സ്തോത്രം, അധികം എന്ത് ചെയ്തില്ല അവര്. ആമേ, അവരെ പോലെ നാമും ഒരു സദ്വാർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ ഈ വചനം കേൾക്കുന്നതിലല്ല കാര്യമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കേട്ട വചനം ഉപകാരമായി വരണമെങ്കിൽ കേട്ട വചനം എന്ത് ചെയ്യണം? വിശ്വസിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ പ്രിയമക്കളെ ആമേൻ നമ്മൾക്ക് ഈ കേൾക്കുന്ന വചനം ഉപകാരമായി വരത്തുള്ളൂ. നമ്മെ പോലെ തന്നെ സദ്വർത്തമാനം കേട്ട ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. എന്നെ ആമേ സ്വതം വളരെയധികം കഴിഞ്ഞ നാളുകൾ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഈ ലേവിയർ എന്ന് പറയുന്ന വിഭാഗത്തിന്, ലേവിയർക്ക് പ്രത്യേകമായിട്ടുള്ള ഓഹരികളൊന്നുമില്ല. അവരുടെ ഓഹരി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും മനോഹര ദേശത്ത് അളവ് നൂല് വീണിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലതും അവകാശങ്ങൾ തിരിച്ചു കൊടുത്തപ്പോൾ ലേവിയർക്ക് എന്ത് ചെയ്തില്ല? അവകാശങ്ങളൊന്നും തന്നെ കൊടുത്തില്ല. ദൈവം തന്നെയായിരുന്നു അവരുടെ ഓഹരി. ആമേൻ. ദൈവാലയത്തിലെ ശുശ്രൂഷകളായിരുന്നു ലേവ്യ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നത്. ഒരു യാഗം നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ യാഗമൃഗത്തെ അറുക്കുന്ന പുരോഹിതൻ മാത്രമല്ല പ്രാഗൽഭ്യമുള്ളവൻ. ആ യാഗമൃഗത്തിന്റെ കാല് കയർ കൊണ്ട് കെട്ടുന്നവൻ, സ്തോത്രം, അതിൻ്റെ തൊലി ഉരിക്കുന്നവൻ, അതിനെ അറക്കുന്നവൻ, അതിന്റെ കൈയും കാലും സ്വതം വെള്ളത്തിൽ കഴുകുന്നവൻ, മാംസളമായ ഭാഗങ്ങൾ വേർതിരിക്കുന്നവൻ,
കുറക് തിരിക്കുന്നവൻ, ആമേ സ്തോത്രം, വിറക് കൊണ്ടുവരുന്നവൻ, വെള്ളം കൊണ്ടുവരുന്നവൻ, ആമേ സ്തോത്രം. അങ്ങനെ ആമേ സ്തോത്രം, ഈ ആലയത്തിലെ ആമേ പ്രവർത്തികൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ചെറുതൊന്നുമല്ല. ഈ ആമേ സ്തോത്രം അറുക്കുന്ന മൃഗത്തിന്റെ ആമേ രക്തം ആമേ സ്തോത്രം വെള്ളത്തിൽ ഒഴുകിക്കളയുകയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ചെയ്യണം, മറ്റൊരു ജീവിയും അത് കഴിക്കാത്ത തലത്തിൽ. അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ആമേ ഒരു മൃഗത്തിന്റെ യാഗത്തിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇവർക്കെല്ലാവർക്കും തന്നെ ആമേ സ്തോത്രം പ്രത്യേകമായ പ്രവർത്തികളുണ്ട്. അവർ ഇതെല്ലാം ചെയ്താ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതിൽ നിന്ന്, ഒരു യാഗമൃഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയാണ് എല്ലാവർക്കും ഓഹരിയായി വീതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനവധി യാഗങ്ങൾ പല സമയങ്ങളിൽ നടക്കും. ദൈവാലയത്തിലെ പല ശുശ്രൂഷകളും ഇവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൽ കിട്ടുന്ന ഓഹരികളാണ് ഇവരുടെ ഓഹരികൾ. അങ്ങനെയെങ്കിൽ ലേവ്യരിൽപ്പെട്ട എത്ര വ്യക്തിത്വങ്ങളാണ് കനാനിൽ കാല് വെച്ചത്? ആമേ സ്തോത്രം. അഹരോന്യ പുരോഹിതന്മാർ, പുരോഹിത വംശങ്ങൾ, ആമേ സ്തോത്രം, ഒരുപാട് മൂപ്പന്മാർ, ആമേ ശ്രേഷ്ഠന്മാരായ അനവധി വ്യക്തിത്വങ്ങൾ. വിശ്വാസി ആ കാലഘട്ടത്തിലെ സാധാരണ ജനത്തിന്റെ കാര്യം വിട്ടേക്ക്, ആമേ ഈ തികവോടുകൂടി ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്ന, ആമേ ആലയത്തിലെ ആമേ സ്വതം വിളക്ക് കത്തിക്കുന്ന, എണ്ണ ഒഴിക്കുന്ന, വിളക്ക് തേച്ച് മിനിക്കുന്ന, ആമേ സ്വതം ആമേ ഉപകരണങ്ങൾക്ക് സൂക്ഷിപ്പുകാരൻ, സംഗീതത്തിന് സൂക്ഷിപ്പുകാരൻ, സംഗീതക്കാരൻ, സംഗീതം രചിക്കുന്നവൻ, ആമേ സ്വതം, അങ്ങനെയുള്ള ആലയത്തിലെ ശുശ്രൂഷകന്മാരാകുന്ന ആമേ ലക്ഷക്കണക്കിന് ആളുകള് അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകള്. ഇവരിൽ പറയുന്ന എത്ര വ്യക്തിത്വങ്ങളാണ് കനാൻ ദേശത്ത് കാലുവെച്ചത്? ഒന്ന് തിരിഞ്ഞു നോക്കുന്നു എങ്കിൽ പ്രിയമക്കളെ, ഈ കാലഘട്ടത്തിൽ ആമേ സ്തോത്രം നമ്മൾ ഏത് മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നമ്മളുടെ നിലനിൽപ്പ് എങ്ങനെയായി തീരുമെന്നും ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആമേ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ജോഷുവയും കാലേബും ആമേ സ്തോത്രം കടിച്ചു കീറിപ്പോകുമെന്ന്, കൊള്ളയായി തീരുമെന്ന് നിങ്ങൾ ചിന്തിച്ച ആ കുഞ്ഞു കുട്ടികളിൽ പലരും അന്ന് കനാനിൽ കാലുവെച്ചു എന്ന് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇനി പുസ്തകത്തിനകത്തളത്തിൽ മറ്റുള്ളവരുടെ പേര് എഴുതി വെക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല പ്രിയമക്കളെ, ആമേ സ്വതം യാഥാർത്ഥ്യമായിട്ടുള്ളതാ. നോഹയും ആമേ സ്വതം അവനോടുകൂടെ ആമേ അവന്റെ ഭാര്യ, 3 മക്കളും മരുമക്കളും, അങ്ങനെ 8 പേരെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു ലോകം മുഴുവനും പെരുവെള്ളത്തിൽ അകപ്പെട്ട് ആമേ നശിച്ചു പോയ സമയത്ത് 8 പേരെന്ന് പരിശുദ്ധാത്മാവിന് എഴുതി വെക്കാൻ ലജ്ജയില്ലാതെ വണ്ണം ആമേ അത് എഴുതി വെച്ചെങ്കിൽ ആമേ സ്വതം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ കനാനിൽ കാല് ചവിട്ടിയവരുടെ പേരും ആമേ സ്വർഗത്തിലെ ദൈവം അവിടെ എഴുതി വെക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ നോക്കുമ്പോ ഈ തികവേറിയ ശുശ്രൂഷകൾ ചെയ്ത പലരെയും കണ്ടതായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അവരുടെ പേരവിടെ കോട്ട് ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ പേരെഴുതാത്ത ഒത്തിരി വ്യക്തിത്വങ്ങൾ അവിടെ കടന്നെന്നിരിക്കാം. എന്നാൽ ശ്രേഷ്ഠന്മാരുടെ പേര് പരിശുദ്ധാത്മാവ് വിട്ടുകളയത്തില്ല, എഴുതി വെക്കുമായിരുന്നു. പക്ഷെ ഒരു ശ്രേഷ്ഠന്മാരുടെ പേരും അവിടെ എഴുതിയതായിട്ട് കണ്ടില്ല പ്രിയമക്കളെ. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന പലതും, നമ്മൾ ചെയ്യുന്ന പലതും, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും, നമ്മൾ കഴിക്കുന്ന ആരാധന, നമ്മൾ നടത്തുന്ന ഉപവാസങ്ങളും, നമ്മൾ വായിക്കുന്ന വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉപകാരത്തിന് കാരണമായി തീരുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിപദേശിക്കുകയാ. ആമേൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നമുക്ക് മുമ്പേ ഒരു വിഭാഗക്കാര് സദ്വർത്തമാനം നാം കേട്ടതുപോലെ തന്നെ അവരും സദ്വർത്തമാനം കേട്ടതാ. ആമേൻ. അങ്ങനെയല്ലേ വാക്യം? ആമേ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ടവൻ, അവരെല്ലാം എന്നും ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. ആമേ. അവര് കരുതി ഇത് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാ. ഈ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ പ്രിയമക്കളെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്നതാ. ആമേ സ്തോത്രം. ഒരാളെ നിർത്തി ഒരാളെ കയറ്റാനും ഒരാളെ ഇറക്കാനും തട്ടി താഴെ ഇറക്കാനും ആമേ സ്തോത്രം ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാനൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് സിമ്പിളാ. ആമേ സ്തോത്രം. ഇതൊക്കെ ഭയങ്കര വലിയ കർത്താവിന് വേണ്ടി ശുഷ്കാന്തിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ ശുശ്രൂഷകളായിട്ട് ആരും തന്നെ ചെയ്യരുത് എന്നുള്ളത് പഴയ നിയമത്തിലെ ആ ശുശ്രൂഷകൾ നമ്മളെ പരിചയപ്പെടുത്തുകയാ. ആമേ. എത്രയോ നമ്മൾ ചെയ്യുന്ന പോലെയോ. അന്നത്തെ യാഗങ്ങൾ എന്ന് പറയുന്ന ഒരു യാഗം, മൃഗത്തെ അറുക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല.
ആമേ സ്വതം മുട്ടാടിനെയോ കാളക്കിടാവിനെയോ കാളയെയോ ആമേ ഒരു പശുക്കിടാവിനെ കറക്കുക എന്ന് പറയുന്നത് പുരോഹിതൻ കിടന്ന് പണിയെടുക്കണം. ആമേ ചെറിയൊരു പണിയൊന്നുമല്ല. ആ കാലഘട്ടത്തിലുള്ള അതിന് വേണ്ടതായ എല്ലാ ആളുകളും ആമേ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കണം. 1, 2, 3, 4, 5, 10 അല്ലെന്നേ, ഒരുപാട് യാഗമൃഗങ്ങളെ ഒരേ സമയം തന്നെ അറുത്ത്. ഇന്ന് മറ്റൊരു വിഭാഗക്കാരുടെ ബലിപ്പെരുന്നാളുകൾ നടക്കുമ്പോൾ ആമേ സ്തോത്രം മിഷ്യനിലാണ് കട്ട് ചെയ്യുന്നത്, മിഷ്യനിലാണ്. കാരണം അതുപോലെയാ ആമേ സ്വന്തം അതുപോലെയുള്ള യാഗങ്ങളെല്ലാം ആമേ സ്വന്തം ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. ആമേ സ്വന്തം മനുഷ്യന്റെ കൈ കൊണ്ടായിരുന്നു, മനുഷ്യന്റെ കരം കൊണ്ടായിരുന്നു. ആമേ സ്വന്തം മനുഷ്യന്റെ പാപങ്ങളെ പോക്കുവാൻ ആമേ മൃഗങ്ങളെ അറുത്തിരുന്നത്, യാഗം നടത്തിയിരുന്നത്. ആമേ സ്വന്തം പശുഭസ്മം ആമേ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങളും ചിന്തിച്ചോളണം. അങ്ങനെയെങ്കിൽ ഒരു ആലയത്തില് എത്ര ആമേ സ്വന്തം ആടുകളെ, കുഞ്ഞാടുകളെ, മുട്ടാടുകളെ, കാളക്കിടാവുകളെ, ആട്ടുകൊറ്റന്മാരെ അറുത്തു കൂട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ആമേ അല്പമെങ്കിലും വിളിച്ചു പറയുന്ന ആമേ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എവിടെ? ആമേ സ്വതം ശമൂവേൽ പ്രവചനത്തിലാണ് ഏലി പുരോഹിതന്റെ മക്കള് പച്ചറച്ചി മുപ്പല്ല് കൊണ്ട് എന്ത് ചെയ്യും? കുത്തിയെടുക്കും. ആമേ സ്വതം വേവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആമേ സ്വതം കയ്യും കാലും ഒക്കെ കഴുകി മാറ്റുന്നൊരു വിഭാഗമുണ്ട്. മാംസളമായ ഭാഗങ്ങൾ വേർതിരിക്കുന്നുണ്ട്. ആമേ സ്വതം അതിന്റെ പിണ്ടം ആമേ ഇതെല്ലാം എടുത്ത് മറ്റൊരു ഭാഗത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ ആമേ സ്വതം നടത്തുന്നവരുണ്ട്. ബാക്കി ഭാഗങ്ങൾ കുഴിച്ചു മൂടുന്നുണ്ട്. ആമേ രക്തം ഒഴുക്കിക്കളയുന്നവരുണ്ട്. ആമേ സ്വതം ഇതിനെ വേവിക്കാൻ വിറക് കൊണ്ടുവരുന്നവരുണ്ട്. ആമേ ഇതിനെ കഴുകാൻ വെള്ളം കൊണ്ടുവരുന്നവരുണ്ട്. അങ്ങനെ ആമേ ഒരുപാട് ആളുകൾ ആലയത്തിലെ വേലക്കാരായി തുടരുകയാണ്. ആമേ സ്തോത്രം. ഇവരുടെ കണക്കുകളൊന്നും ആ ലിസ്റ്റിൽ വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല പ്രിയ മക്കളെ. കാരണം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ ചെയ്യുന്നു എന്നുള്ള ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ. ആമേ അത് കഴിഞ്ഞപ്പോൾ ഒരു ശീലമായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഭരമേൽപ്പിക്കപ്പെടുന്ന ഒരു ജോലിയായി മാറി. അവരെന്നും വരുന്നു, എന്നും ചെയ്യുന്നു. ആമേ ഏലിയും ആമേ ഏലി പുരോഹിതന്റെ മക്കളും കടമകളായിട്ട് അവർ ചെയ്തു പോയിക്കൊണ്ടിരുന്നു. അവർക്ക് അർഹതപ്പെട്ടതാണ് മാംസളമായ ആമേ സ്തോത്രം ഈ ഭാഗമെന്ന് ആമേ അവര് ചിന്തിച്ചുകൊണ്ട് ആരുടെയും അനുവാദം കൂടാതെ വണ്ണം ഇഷ്ടമുള്ളതുപോലെ കുട്ടകത്തിലോ കലത്തിലോ കുത്തിയെടുത്ത് ആമേ കൊണ്ടുപോകുവാൻ തക്കവിധം മടി കാണിക്കാത്ത ആമേ പുരോഹിതന്മാരായി തീർന്നു ആമേ ഹോഫിനെയും ഫിനെഹാസും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്? ദൈവാലയത്തിൽ അല്ലേ ശുശ്രൂഷിക്കുന്നത്? ഞങ്ങളല്ലേ അറക്കുന്നത്? ഞങ്ങളല്ലേ യാഗം നടത്തുന്നത്? ഞങ്ങളല്ലേ നിങ്ങളുടെ ബലികളെയെല്ലാം ആമേ ക്രമീകരിക്കുന്നത്? അങ്ങനെയുള്ളൊരു മനോഭാവമൊക്കെയും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ആ കൃത്യം നടത്തിയത് ഒരു യുദ്ധം സ്വർഗത്തിലെയും ക്രമീകരിച്ചിട്ടാ. ആമേ ദൈവം തന്നെയല്ലേ യുദ്ധം ഉണ്ടാക്കിയത്? ഹോഫിനെയെ തകർത്തത് ശത്രു സൈന്യമാണോ? ആമേ ഫിനെഹാസിനെ തകർത്തത് ശത്രു സൈന്യമാണോ? അല്ലെന്നേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമായിരുന്നു. ആമേ സ്തോത്രം. ആ കാലഘട്ടത്തിൽ ദാൻ മുതൽ ബേർശേബ വരെ പ്രവചിച്ച പ്രവാചകൻ കടന്നു എന്നാൽ ആമേ ഞെട്ടിവിറക്കുന്ന ആമേ സ്തോത്രം ഒരു കാലഘട്ടത്തിൽ ശമൂവേലിനെ കൊണ്ട് തന്നെ പ്രവചിപ്പിച്ചു. ആമേ സ്തോത്രം ധൈര്യമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുക, യുദ്ധം നിങ്ങൾ ആമേ ജയിക്കും. ആമേ സ്തോത്രം വചനം പരന്നെന്നാ പറയുന്നത്. ഹല്ലേലൂയ. പക്ഷേ ആ യുദ്ധമാണ് തോറ്റുപോയത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ പ്രിയ മക്കളെ? ആമേ സ്തോത്രം. ഉയർത്തുന്നതും താഴ്ത്തുന്നതും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആയിത്തീരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നുമല്ല. ചിന്തകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പോക്ക് വരവ് ഇരിപ്പ് നടപ്പ് ആമേ ചിന്തകൾ ആമേ നിരൂപണങ്ങൾ എല്ലാം ഗ്രഹിക്കുന്ന ഒരു ദൈവം. അപ്പൊ ഇവിടെ എബ്രായ ലേഖന കർത്താവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അവർ കേട്ടത് അവർ വിശ്വസിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് എന്ത് ചെയ്തില്ല? ആമേ സ്വതം അനുഗ്രഹത്തിന് കാരണമായി തീർന്നില്ല, വിശ്വാസമായി പരിണമിച്ചില്ല എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുകയാണ്. ഇത് നമ്മൾക്കൊരു അബദ്ധമായി പറ്റരുത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് എഴുതിയ ലേഖനം ആമേ 1-ാം അധ്യായത്തിന്റെ അതിന്റെ 22-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ, ഒന്ന് വായിച്ചേ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. സ്തോത്രം. ഈ വചനം കേൾക്കുന്നത് മാത്രമല്ല പ്രിയ മക്കളെ, അതെങ്ങനെയുള്ളതാണ്, എങ്ങനെ ഞാൻ ആചരിക്കണം എന്നുള്ളത് അവനവൻ തന്നെ ശ്രദ്ധിച്ചോളണം. കേട്ടോ പ്രിയ മക്കളെ? ഈ പറയുന്ന ഞാൻ
ആമേ സ്തോത്രം. ആമേ കേൾക്കുന്ന നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാ. കാരണം പഴയ നിയമത്തിലെ ആമേ സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠതയോടെ ചെയ്യുന്നു എന്ന് പറയുന്ന ശുശ്രൂഷകന്മാരൊന്നും ആമേ സ്തോത്രം കനാനിലേക്ക് എത്തിയതായ ചരിത്രം പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ വളരെ ഭയത്തോടു കൂടി നിന്ന് വിളിച്ചു പറയുന്നത്, ആമേ സ്തോത്രം, അപ്പൻ പ്രസാദിച്ചില്ലെങ്കിൽ എല്ലാം തീർന്നു. ഹല്ലേലൂയ. ആമേൻ. കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് അവർക്ക് ഗുണം ചെയ്തില്ല. അത് ഇവിടെ വായിക്കുന്നത്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. നമ്മളെല്ലാവർക്കും ഉള്ളതാ, എല്ലാവർക്കും. നമുക്ക് മാത്രമല്ല, ഇന്ന് ഈ ശുശ്രൂഷ ഈ മുമ്പിലിരുന്ന് കേൾക്കാതെ ദൂരത്തിലിരുന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുമുള്ള ഒരു ആലോചനയാ. സ്തോത്രം. ഇതാരോടെല്ലാം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുമോ അവർക്കെല്ലാവർക്കുമുള്ള ആലോചനയാണ്. കേൾക്കപ്പെടുന്ന വചനം അതുപോലെ തന്നെ ജീവിച്ചില്ല എങ്കിൽ അത് ഉപകാരമായി വരത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ ദോഷത്തിന് കാരണമായി തീരുമെന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുകയാണ്. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ അതിനെ ചെയ്യുന്നവരായി തീരുവാൻ. ഇല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കരുത്. എങ്ങനെയാ വിശ്വാസം വർദ്ധിക്കുന്നത്? പ്രിയ മക്കളെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് എങ്ങനെയാ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു. പുഷ്ടി നിമിത്തം ഞാൻ ഇപ്പോഴും ആ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതിൽ നിന്ന് ഒത്തിരി ആശയങ്ങൾ പരിശുദ്ധാത്മാവ് പിന്നെയും തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുഷ്ടിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരോഗ്യം, നമുക്ക് ആരോഗ്യം ദിനംപ്രതി സ്തോത്രം, നമുക്ക് ശരീരത്തിൽ പുഷ്ടി വർദ്ധിക്കുന്നില്ലെങ്കിൽ സ്തോത്രം, 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള ഒരൊറ്റ ഡ്രസ്സ് മാത്രം മതി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നല്ല തുണി എടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ 6ാം ക്ലാസ്സിലാകുന്നവനും 7ാം ക്ലാസ്സിലാകുന്ന 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ അവൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴെല്ലാം ഈ ഷർട്ട് തന്നെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. പുഷ്ടിയില്ല. അന്നത്തെ ആരോഗ്യം തന്നെ ഇന്നുള്ളു. ഒരു വിഷയത്തിന്മേൽ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. ഒരു വിഷയത്തിന്മേൽ നമുക്ക് മുഖത്തെ പൊട്ടിച്ച് പുറത്തു വരാൻ പറ്റത്തില്ല. എന്നും നമ്മൾ അങ്ങനെ തന്നെ. ഇന്ന് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിന്ന് നോക്കണം, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് നോക്കണം. പുഷ്ടിയുണ്ടോ പുഷ്ടിയില്ലേ എന്ന് നമുക്ക് അപ്പം അറിയാൻ പറ്റും. 2000-ലുള്ള പ്രാർത്ഥന തന്നെയായിരിക്കും 2025-ലും. പ്രൈസലോ. പുഷ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകും. പ്രിയമക്കളെ, പുഷ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തതകൾ ഉണ്ടാകും. സ്വന്തം 2000-ലെ പ്രാർത്ഥന തന്നെ 2025-ലുണ്ടെങ്കിൽ ഇനി അതിനേക്കാൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൊച്ചു ക്ഷീണിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥമതാ. എന്ത് വരുന്നില്ല? പുഷ്ടി വരുന്നില്ല. ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ട് ആ വചനം വിശ്വാസം വർദ്ധിക്കുന്നത് കേൾവിയാല. ഇല്ലേ? റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഈ വചനം കേട്ട് നമ്മളതിന്മേൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ദൈവശക്തിയായിട്ട് ജീവിതത്തിൽ വെളിപ്പെടുന്നത്. കേട്ടവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് മുമ്പാകെ സദ്വർത്തമാനം കേട്ട ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന, ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ ശുശ്രൂഷിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നേ. പക്ഷെ അവരൊന്നും എവിടേക്ക് പോയില്ല? സ്വതങ്ങ് കനാനിലേക്ക് കയറി പോകുവാൻ ഇട വന്നില്ല. ഇതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം നമ്മൾക്ക് സംഭവിക്കാതിരിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കേട്ട് വീട്ടിൽ ചെന്നും ബെരോവയിലെ വിശ്വാസികളെ പോലെ അതങ്ങനെ തന്നെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ച് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ജീവിതമാക്കി മുന്നിലേക്ക് നടത്തിയാൽ ഒരു പക്ഷേ നിത്യതയിൽ കയറിപ്പോകാം. നമ്മളൊക്കൊന്നും ഈ ദൈവവേല അല്ലെങ്കിൽ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മീക നിലവാരത്തിൽ ഭക്തി എന്നൊക്കെ പറയുന്നത് ഭക്തന്മാരെ കാണാത്തത് കൊണ്ടാണ്. ഭക്തന്മാരെ കാണുകയാണെങ്കിൽ പ്രിയ മക്കളെ, നമ്മളൊന്നുമല്ല. ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. ജീവൻ പോലും അമിശ്വതം മാറ്റി വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി രാവും പകലും ഓടുന്നവരുണ്ടെന്നേ. ദേശത്തിന്റെ മധ്യത്തിൽ വധഭീഷണി ഏറ്റിട്ടും ജയിലിലടക്കമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും കൊന്നുകളയൊന്ന് കഴുത്തിന് വാള് വെച്ചിട്ടും സന്തോഷത്തോടെ ചിരിച്ചു നിന്ന് യേശുവിനെ ഉയർത്തുന്നവരുണ്ടെന്നേ.
അവരുടെയൊക്കെ കൂട്ടത്തിലാണ് നമ്മളും പെടുന്നതെങ്കിൽ ആമേസ്തോത്രം തെറ്റി. ആമേസ്തോത്രം അവര് പോകുന്ന ഇടത്തേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, തെറ്റി. ആമേസ്തോത്രം ഹല്ലേലൂയ. ഒത്തിരി കടമ്പകളുണ്ട്, അതിലേക്ക് കടന്ന് കയറണം. ഇതിനെല്ലാം നമ്മുടെ മാനുഷിക ബുദ്ധിയോ മാനുഷികമായ ആത്മാവിനെ കൊണ്ട് നടക്കത്തില്ല. പരിശുദ്ധാത്മാവ് വരും, അവനാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, അവനാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. അവന്റെ അളവുകൾ ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് വർദ്ധിപ്പിച്ചെടുക്കാമോ? ബുദ്ധിക്കതീതമായ പ്രവൃത്തികളിലേക്ക് ആ ആത്മാവ് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുവാനിടയായി തീരും. ആമേൻ. അപ്പോ വിശ്വാസം കേൾവിയാലും, കേൾവി ആ ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അടുത്തത്, എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം, കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. അടുത്തത്, എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഇവിടെ ആ കുഴപ്പം. കേട്ടെന്നേ, എല്ലാവരും കേട്ടതാ. ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആവർത്തന പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി സ്വർഗത്തിലെ ദൈവം അമ്മ നമുക്ക് നൽകി തന്നു. ആവർത്തന പുസ്തകം എന്ന് തന്നെ അതിന്റെ പേര്. ആമേസ്തോത്രം. മറ്റു പുസ്തകങ്ങളിൽ ഉൽപ്പത്തിയിലും ആമേ പുറപ്പാടിലും ലേവിയിലും സംഖ്യയിലും ആമേസ്തോത്രം ഉള്ള വചനങ്ങളൊക്കെ തന്നെയാണെന്നേ ആമേ ആവർത്തന പുസ്തകത്തിലും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കാരണം ഇവര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോരുന്ന സമയത്ത് ആമേ മേഘം ആമേ നിൽക്കുമ്പോൾ ഇവര് നിൽക്കും, മേഘം പൊങ്ങുമ്പോൾ ഇവര് പോകണം. ആ സമയങ്ങളിലൊക്കെയും ദൈവം കൊടുത്ത അരുളപ്പാടുകള്, ദൈവം കൊടുത്ത ആലോചനകള് നടപ്പിലൂടെയും ഇരിപ്പിലൂടെയും കിടപ്പിലൂടെ ഒക്കെ കേട്ട് പലരും അങ്ങനെ യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്വസ്ഥത വരുത്തിയിട്ട് ദൈവം ഈ വചനം പിന്നെയും കൊടുത്തു. ഇവർക്ക് സ്വസ്ഥത വരുത്തിയിട്ട് ഈ വചനം പിന്നെയും കേൾപ്പിച്ചു, പിന്നെയും പറഞ്ഞു, അതൊരു പുസ്തകമാക്കി പിന്നെയും എഴുതാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 പ്രമാണങ്ങൾ ആമേ ആവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ വിവരിച്ചു ദൈവം കൊടുത്തു. ആമേ ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, ഒന്നിന്റെയും സ്വരൂപം ഉണ്ടാക്കരുത്, ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും ഉണ്ടാക്കരുത്, മത്സ്യത്തിന്റെ ഉണ്ടാക്കരുത്, ഇഴജാതിയുടെ ഉണ്ടാക്കരുത്, നാൽക്കാലിയുടെ ഉണ്ടാക്കരുത്, ആമേ സൂര്യന്റെയോ ചന്ദ്രന്റെയോ നക്ഷത്രങ്ങളുടെ രൂപസാദൃശ്യത്തെ ആരാധിക്കരുത്. ഇതെല്ലാം വിവരിച്ചു പറഞ്ഞിരിക്കുന്ന പുസ്തകം ആവർത്തന പുസ്തകമെന്നേ. ഹല്ലേലൂയ. ശാപവും അനുഗ്രഹവും വിവരിച്ചു പറഞ്ഞു. ആമേശ്വത മറ്റു പുസ്തകങ്ങളിലെല്ലാം ഭാഗികമായി പറഞ്ഞു. കാരണം ഈ ജനം തെറ്റിപ്പോകരുത്. ഇവരന്നൊക്കെയും കേട്ടിട്ടും ഗ്രഹിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് സ്വസ്ഥത വരുത്തിയ സമയങ്ങളിലെല്ലാം പിന്നെയും ഇടപെട്ടു, പിന്നെയും പറഞ്ഞു, അവരെ ബോധ്യപ്പെടുത്തി. കാരണം എന്താ അറിയാമോ? ഒരു കാലഘട്ടത്തിൽ പറയരുത് കർത്താവേ, യാത്ര ചെയ്ത് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചിലർ കേട്ടു ചിലർ കേട്ടില്ല ആമേശ്വത എന്ന് പറയാതിരിക്കാൻ എല്ലാവർക്കും സ്വസ്ഥത വരുത്തിയതിനു ശേഷം സ്വർഗത്തിലെ ദൈവം വീണ്ടും അവരുടെ ഹൃദയത്തോട് ഇടപെട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വത നമ്മൾ ഇന്ന് ഈ വചനം കേട്ടുപോകുന്നു. ഒരുപക്ഷെ ഇതിൽപ്പെടുന്ന ആരെങ്കിലും ഈ വചനം ഒന്ന് ഗ്രഹിക്കാതെ വന്നെന്നിരിക്കട്ടെ. നമ്മുടെ ജീവനും ഭക്തിക്കും ആധാരമായ ഒരു വചനം നിങ്ങളുടെ ബുദ്ധിക്ക് കയറിയില്ല, നിങ്ങൾ ഈ സമയം അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ നിങ്ങൾക്ക് മാത്രമായിട്ട് പരിശുദ്ധ ദൈവം ഇത് ബോധ്യപ്പെടുത്തും. ആമേശ്വത നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് മുമ്പേ, നിന്നെ ഒറ്റക്കിരുത്തിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ബൈബിളിലെ വചനം വായിക്കുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ മെസ്സേജ് കേൾക്കുമ്പോഴാണെങ്കിലും ഇത് നിനക്ക് ബോധ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആമേ. കാരണം അവിടെ ചൊല്ലുമ്പോൾ നീ കർത്താവ് ഇത് ഞാൻ അറിഞ്ഞില്ല, ഇത് ഞാൻ കേട്ടില്ല എന്ന് പറയാതിരിക്കേണ്ടതിനാ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി. മനസ്സിലായോ? നമുക്ക് ആവർത്തന പുസ്തകത്തിൽ ഒന്നുകൂടി കേൾപ്പിക്കുകയാ. ആമേശ്വതം ആമയുടെ ചോദിക്കുന്നത്, ഇസ്രായേൽ കേട്ടില്ലയോ? കേട്ടു, പക്ഷെ എന്ത് ചെയ്തില്ല? ഗ്രഹിച്ചില്ല. ഗ്രഹിക്കാഞ്ഞതാ കുഴപ്പം. എല്ലാവരും കേട്ടതാണെന്നേ, സത്വർത്തമാനം എല്ലാവരും അറിഞ്ഞതാണെന്നേ, പക്ഷേ അവരെന്ത് ചെയ്തില്ല? ഗ്രഹിച്ചില്ല. അത് കോട്ടിക്കളയുവാനിടയായി തീർന്നു. അത് നിമിത്തം ആമി യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ, അതിനെ ചെയ്യുന്നവരായിരിക്കും. സ്വതം ചതിക്കുന്നവരായി തീരാതെ അവരുടെ ജീവിതത്തിലെല്ലാം ചതിക്കുഴികൾ വന്നു. പ്രിയമക്കളെ, ആവർത്തന പുസ്തകം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവരെ ഒരേ പാറയിൽ നിന്ന് കുടിച്ചു, ഒരേ ആത്മീകാഹാരം കഴിച്ചു, എങ്കിലും അവരിൽ മിക്ക പേരും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. കേട്ടതാ, കണ്ടതാ, അനുഭവിച്ചതാ, പക്ഷെ സീരിയസ് ആയിട്ട് എടുത്തില്ല. 2 വിഭാഗക്കാർ. മൂന്നാമത്തെ പട്ടിക നമ്മ
ഹല്ലേലൂയ. ഇത് 2 എക്സാമ്പിളുകളും പരിശുദ്ധ ദൈവം നമ്മൾക്ക് നൽകി തന്ന മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് അവർക്ക് പറ്റിയത് നമുക്ക് പറ്റാതിരിക്കേണ്ടതിനായി പരിശുദ്ധ ദൈവം ആവർത്തിച്ച് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വന്ന ഒരു ദുരിതം, അവർക്ക് വന്നൊരു കഷ്ടം, അവർക്ക് വന്നൊരു തോൽവി എന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുത്. ക്രിസ്തു മാക്സിമം ശ്രമിക്കുകയാ. അവരുടെ കാലഘട്ടത്തിൽ മനസാക്ഷിയെ നോക്കിയുള്ള പാപമേറ്റു പറയിലായിരുന്നു. അവരുടെ കാലഘട്ടത്തിൽ യാഗമൃഗത്തെ അറുത്തുള്ള പാപം പോക്കലായിരുന്നു. പക്ഷെ ഈ കാലഘട്ടം അങ്ങനെയല്ല. അരുമനാഥനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ രക്തം ചിന്തി യേശുവിന്റെ പ്രാണൻ തന്ന എന്നെ നിങ്ങളെ അവൻ വിലക്ക് വാങ്ങിച്ചിരിക്കുന്നതും മാത്രമല്ല, ഇന്നും പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അവൻ പക്ഷപാതം ചെയ്യുകയാ. അതുകൊണ്ടാ പ്രിയമക്കളെ, ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെ ദൈവം വരുത്തിയും പറഞ്ഞും ഇരുത്തിയും പറഞ്ഞും ഒക്കെ നമ്മൾ നടത്തുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്ന ഒരു യാഗമൃഗമല്ല. സ്വർഗത്തിന്റെ മണിമകുടമാകുന്ന കർത്താവ് യേശുവാ. അവന്റെ പുത്രനാണെന്നേ, അവന്റെ പുത്രനാണ് നമുക്ക് വേണ്ടി സ്തോത്രം വില കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള സാഹചര്യം ഒരു സമയത്ത് നിനക്ക് നഷ്ടപ്പെട്ടു പോയെന്നാലും നിന്നെ ശ്രദ്ധിപ്പിച്ചത് സംസാരിപ്പിച്ച് നിന്റെ ബുദ്ധിക്കകത്താക്കുവാൻ പരിശുദ്ധ ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ, ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാ. മടങ്ങി വന്നാൽ മാത്രം മതി പ്രിയമക്കളെ. അല്ലെങ്കിൽ ഈ 4-ാമത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. 21-ാം വാക്യം വായിച്ചു. 17-ാം വാക്യം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാപുരോഹിതനായി ഇന്നെവിടെ ഇരിക്കുക? പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. യോഹന്നാന്റെ ലേഖനം വിളിച്ചു പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? മധ്യസ്ഥം ചെയ്യുക. മരിച്ചു മൺമറഞ്ഞു പോയൊരു കർത്താവല്ല. അടക്കം ചെയ്തിട്ട് പുറത്തു വരാതിരുന്നവനല്ല. 3-ാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മരണത്തിന് അടക്കി വെക്കാൻ പറ്റാത്ത നിലവാരത്തിൽ അവൻ ആ കല്ലറ ഭേദിച്ച് പുറത്തു വരുവാനിടയായി തീർന്നു. ആകാശത്തിൽ കൂടി കടന്നു. ശ്രേഷ്ഠനായൊരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥം ചെയ്യുകയാ. പല മഹാപുരോഹിതന്മാര് പഴയ നിയമത്തിൽ മൺമറഞ്ഞു പോയി പ്രിയമക്കളെ. ഹല്ലേലൂയ. ശ്രേഷ്ഠ പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ കാണാത്ത വിധത്തിൽ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തതാ, കാണുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. അവൻ ആകാശത്തിൽ കൂടി കടന്നുപോയി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അവനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവ് മാക്സിമം നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിനായി അവൻ ഇടിവിൽ നിൽക്കും. അതുകൊണ്ട് പലപ്പോഴും ഒരു നിർബന്ധം നമ്മുടെ മേൽ വരുന്നത്, ആരിലൂടെയെങ്കിലുമായിട്ട് നമ്മളെ സംസാരിപ്പിച്ച് തെറ്റിൽ നിന്ന് വേർതിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താ? പഴയ നിയമത്തിലല്ല പ്രിയമക്കളെ, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാ. ഹല്ലേലൂയ. ഒരു യാഗമൃഗമല്ല നിനക്ക് വേണ്ടി മരിച്ചു മാറ്റപ്പെട്ടത്. കർത്താവായ യേശുവാ. ഹല്ലേലൂയ. ആമേൻ. സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ വേഗത്തിൽ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും. കേട്ട് ചെയ്യുന്നവനൊക്കെയും. ചെയ്യാതിരുന്നാലോ? കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കേട്ടവനെയും കേൾക്കാത്തവനെയും ഇവിടെ പറയുന്നുണ്ട്. ഈ അധ്യായം അവസാനിക്കുന്നത് കേട്ടവനും കേൾക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസത്തിലാണ്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും. മതി,
നിങ്ങൾക്കറിയാവുന്നതാണ്. സൺഡേ ക്ലാസ്സിൽ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന വാക്യങ്ങളാണ്. ആമേശ്വത എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും, കേട്ടോ പ്രിയമക്കളെ, ആമേശ്വത ഈ വചനം കേട്ടു മറന്നു പോകുന്നവരല്ല, ഈ വചനം കേട്ട് നമ്മെ തന്നെ ചതിക്കുന്നവരല്ല, കേട്ടു ചെയ്യുന്നവനല്ല. അവനൊരു ഉറപ്പുണ്ടാകും. അവൻ ഒരു പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോടാണ് പരിശുദ്ധ ദൈവം അവനെ തുലനം ചെയ്യുന്നത്. ബുദ്ധിയില്ലാത്തവനായിട്ടല്ല, മണലിൽ മേൽ പണിതവനായിട്ടല്ല, ബുദ്ധിയുള്ള പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം അവനെ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം പ്രിയമക്കളെ? ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിൽ വേരൂന്നി നമ്മൾ എന്ത് ചെയ്യണം? വളരണം. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എങ്ങനെയായിരുന്നു? മണലിൽ മേൽ തീരുമാനമെടുക്കും, ഒന്നും നടക്കത്തില്ല. ആമേശ്വത പല കാര്യങ്ങളും ചിന്തിക്കും, ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. അവൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും, കേൾക്കും, പോകും. ആമേശ്വതം അതെല്ലാം നിസ്സാരവൽക്കരിച്ചു. ഹൊഫിനെയും ഫിനെഹാസും ആലയത്തിലെ ശുശ്രൂഷകളെല്ലാം അവർക്ക് ഈസി ആയിരുന്നു, മനപ്പാടമായിരുന്നു. എന്നും ചെയ്യുന്നു. തോലിരിക്കലോ മൃഗത്തെ കെട്ടലോ വലിച്ചു താഴെ ഇറക്കലോ അതൊന്നും അവർക്കൊരു വിഷയമായിരുന്നില്ല. എന്നും ചെയ്യുന്നതാ. എക്സ്പീരിയൻസിൽ 10 യാഗമുണ്ട്. നിസ്സാര സമയം. 10 യാഗമല്ലേ, എല്ലാത്തിനും സെറ്റ് ചെയ്ത് നിർത്തിക്കോ, ഞങ്ങൾ വന്ന് എന്ത് ചെയ്തേക്കാം, സ്വന്തം അറുത്തേക്കാം. നിസ്സാര കാര്യം എന്നും ചെയ്യുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ സ്തോത്രം എന്നും ചെയ്യുന്നത് പോലെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങി. പ്രിയ മക്കളെ, ഇന്നും ഈ വചന ശുശ്രൂഷകളൊക്കെയും എക്സ്പീരിയൻസിൽ ചെയ്യുന്ന പലരുമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അപകടമാണ് കേട്ടോ. അപകടമാണ്. സ്തോത്രം മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങി വരുന്ന എന്തെങ്കിലുമല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. എഴുന്നേറ്റില്ല, പിന്നത്തേതില്ല. വീണതാ കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യരുതേ. എക്സ്പീരിയൻസ് ചെയ്യരുതേ. ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാ. ഇന്നും 10 മിനിറ്റ് ആകാം, അരമണിക്കൂറാകാം, 1 മണിക്കൂറാകാം, 2 മണിക്കൂറാകാം, 3 മണിക്കൂറാകാം. ദൈവസനിൽ കയറി നിൽക്കുമ്പോൾ, ദൈവസനിൽ നിന്ന് ഈ ശുശ്രൂഷ തീരുമ്പോൾ ഉള്ളം കൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടാ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. കാരണം നിർത്തുന്ന സ്വർഗത്തിലെ ദൈവമാ. മക്കളെ, സ്തോത്രം എക്സ്പീരിയൻസ് ചെയ്യരുത്. സ്തോത്രം ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്, ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. മുൻകാലങ്ങളിലൊക്കെ പുറത്തു നിന്നൊരു ശുശ്രൂഷയ്ക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് 2-3 ദിവസത്തിന് മുമ്പേ സ്തോത്രം നമ്മൾ ഒരുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച് നടക്കുന്ന നടപ്പിലും പോകുന്ന പോക്കിലും ഇരിക്കുന്ന ഇരിപ്പിലും കുറച്ചൊരു സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദൈർഘ്യം കുറയുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നി. തിരിച്ച് ദൈവസ്ഥലിൽ വീണ്ടും ഇരുന്നു. സ്തോത്രം. കാരണം സ്തോത്രം ഹല്ലേലൂയ, ശത്രുവിന്റെ പദ്ധതി എന്താണെന്നറിയാമോ? എന്തൊക്കെയോ കയറി നിൽക്കുമ്പോൾ നിനക്ക് പറയാൻ കിട്ടും, അല്ലെങ്കിൽ പറയാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് ആണ് ആ ദൈർഘ്യം കുറയാൻ കാരണം. വീണ്ടും സ്തോത്രം പരിശുദ്ധാത്മാവ് അതിലേക്ക് കൊണ്ടുവന്നിരുത്തി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ശുശ്രൂഷ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ല. സ്തോത്രം അകത്തായിക്കൊള്ളട്ടെ, പുറത്തായിക്കൊള്ളട്ടെ. സ്തോത്രം 10 മിനിറ്റാണ് സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തുന്നതെങ്കിൽ 1 അരമണിക്കൂർ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസ്ഥലിൽ കൊടുക്കാൻ തക്കവിധം പ്രാപിച്ചിട്ടല്ലാതെ തിരുസന്നിൽ നിൽക്കരുത് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാ. ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യരുത്. സ്തോത്രം. അത് നമ്മളെ തകർത്ത് കളയും. കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിക്കായിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരരുത്. സ്തോത്രം. കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം നടത്തിയതല്ലേ, പിന്നത്തേതിൽ അങ്ങ് നടത്തി മുന്നോട്ട് പോകും. ഹല്ലേലൂയ. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ പ്രിയമക്കളെ? സ്തോത്രം. ആത്മാവിന്റെ ഒരു നടത്തിപ്പുണ്ടാകത്തില്ല. ഇവിടെ നിന്ന് പറയാൻ പറ്റും, പക്ഷെ ഒരു പ്രവൃത്തി വെളിപ്പെടത്തില്ല. പക്ഷെ മറിച്ച് നീ എന്നും ചെയ്യുന്നത് പോലെ ദൈവസന്നിധിയിൽ നിന്ന് മാറിയിരുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്ന് ഉറ്റിരുന്ന ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് കയറി നിൽക്കുക. ആത്മാവിന്റെ പ്രവൃത്തി ജീവിതത്തിന്മേൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ.
കയറി നിൽക്കുന്ന കടന്നു പോകുന്ന ഒരുപാട് മേഖലകളിൽ പലരും ആമേശ്വതം മീറ്റിംഗ് കഴിയുമ്പോൾ കടന്നു വന്ന് പറയും, അല്ലെങ്കിൽ നിറകണ്ണുകളോടുകൂടി ഇരുന്ന ചിലരിൻ്റെയൊക്കെ തലയിൽ കൈവച്ച ആലോചനകൾ പറയുമ്പോൾ ആമെ പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയ മക്കളെ. ഹല്ലേലൂയ. ഒരുപാട് കാഴ്ചകൾ. ആമെ ശ്രേഷ്ഠന്മാരായിരിക്കാം, ആമെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കാം. പക്ഷെ ചിലത് വിളിച്ചു പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ആമെ അന്തരാത്മാവിനെ അടക്കി വെക്കാൻ പറ്റാതെ വണ്ണം ആമെ പൊട്ടിപ്പോകുന്ന ചില വ്യക്തിത്വങ്ങളെ കണ്ടിട്ടുണ്ട്. ആമെ സ്വന്തം ഡിഗ്രി കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. അവരുടെ അറിവ് കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തുലനം ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിച്ചെല്ലാൻ പറ്റത്തില്ല. അതുപോലെയുള്ള ശ്രേഷ്ഠന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ വചനമോ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ആത്മാവിനെയും പ്രാണനെയും സന്ധിമച്ചകളെയും വിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തനങ്ങളെയും വിവേചിക്കുന്നതുമാണ് പ്രിയ മക്കളെ. ഇതൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളാ. അതിന് നീ ഇരിക്കണം ദൈവസന്നിധിയിൽ, അതിന് നീ ഇരിക്കണം, പ്രാർത്ഥിച്ചെഴുന്നേൽക്കണം. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. 10 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, 5 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യരുതേ, എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുതേ. അത് ദൈവസന്നിധിയിൽ വലിയ ദോഷത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. മറിച്ച് ആമേ തുടങ്ങുന്ന ആ 1-ാമത്തെ സെക്കൻഡ് മുതൽ അവസാനിക്കുന്ന സമയം വരും ദൈവമേ നിർത്തിയതിനായി നന്ദി കർത്താവേ. ഞാൻ നിന്നതല്ല, സ്വർഗത്തിലെ ദൈവം എന്നെ നിർത്തിയതാണ്. എനിക്ക് എന്തെങ്കിലും അറിയാമെന്നല്ല, ഇന്ന് വരെയും എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്, മറ്റൊന്നും എനിക്കറിയത്തില്ല. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മളൊന്ന് കടന്നു പോകട്ടെ. അപ്പോ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ആമേശ്വത പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാ. ആമേശ്വരം അവരൊക്കെ മാത്രമേ നിത്യത പോകത്തുള്ളൂ പ്രിയ മക്കളെ. കേട്ട് ചെയ്യാൻ, കേട്ടോ, പറയുന്നത് ആര് എന്നുള്ളതല്ല. ആമേശ്വരം ചില ആളുകൾക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ ആളുകളെ സെലക്ട് ചെയ്യും. ഇന്ന് ആരാ വരുന്നത്, ഏത് പാസ്റ്റർ, ഇന്ന പാസ്റ്റർ. ആ പാസ്റ്റർ ഈ വചനത്തിൽ നിന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല, വേറെ പാസ്റ്റർ ഈ വചനത്തിൽ നിന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടമുള്ള പാസ്റ്റർ ഈ വചനം തന്നെ എടുത്ത് ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യും, ഇഷ്ടപ്പെടും. ആമേശ്വരം ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യണ്ട. വീട്ടിൽ ചെന്ന് ഈ പുസ്തകത്തിലുള്ള വചനം ഇഷ്ടമാണോ? പ്രൈസലോ, ആമേൻ. പറഞ്ഞവനെ നോക്കണ്ട. ആമേശ്വരം പറയിപ്പിക്കുന്നവൻ ഒരു പുസ്തകം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും 1-2 സെന്റൻസ് എടുത്തായിരിക്കാം ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തിത്വങ്ങൾ വിളിച്ചു പറയുന്നത്. എന്നാൽ ഇതിനകത്ത് പൂർണ്ണമായിട്ടുള്ളതുണ്ട്. ഇഷ്ടം പോലെ മുറിക്കകത്തിരുന്നു, കട്ടിലിരുന്നു, കസേരയിലിരുന്നു, താഴ്ത്തിരുന്നു, ആമേശ്വരം നടന്നു, ആമേശ്വരം കിടന്നു, ഒക്കെ ഈ പുസ്തകം നിനക്ക് വായിക്കാം. വായിച്ചു മനസ്സിലാക്കി ഗ്രഹിച്ചു ജീവിച്ച നല്ലതാ. പ്രൈസലോ, അവന്റെ വചനമാണ്. ആമേശ്വരം മുമ്പിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലരും പറയാറുണ്ട്. ഇന്ന് ഏത് പാസ്റ്റർ വരുന്നത്, ഇന്ന പാസ്റ്റർ ആണല്ലേ. ചിലപ്പോൾ പിന്നെ അന്ന് അവരെ കാണത്തില്ല. നാളെ ആരാ വരുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുടെ പേര് ചോദിക്കും. അടുത്ത ദിവസം ആരാ വരുന്നത്, ഇന്ന ആളാ വരുന്നത്. ഓക്കെ, അന്നേ ദിവസം വരും. എന്തിനു വേണ്ടി അന്നേരം അദ്ദേഹം ഈ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമാണ്. വേറെ ആളുകൾ ഈ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമല്ല. ആമേശ്വരം ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പുസ്തകമല്ല, എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ തന്നെയാണ്. ആശയങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും പ്രിയ മക്കളെ, പക്ഷെ ഇതിന്റെ വചനം ആമേശ്വരം ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവവചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. ഇത് നീ വായിച്ചു മനസ്സിലാക്കി, ഇത് നീ ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിച്ച് നിനക്ക് നിത്യതയിൽ പോകാം. ഹല്ലേലൂയ. മുമ്പിൽ നിൽക്കുന്നവനെയും പിമ്പിൽ നിൽക്കുന്നവനെയും ഒന്നും നോക്കണ്ട, നിനക്ക് നോക്കാൻ ആകാശത്തിൽ കൂടെ കടന്നുപോയ മഹാപുരോഹിതനായിരിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. അവനെ നീ അനുഗമിച്ച് നിത്യമായ ഒരു രക്ഷ നിനക്ക് പ്രാപിക്കാം. പ്രൈസലോ. അതുകൊണ്ട് പ്രിയ മക്കളെ, ആ കർത്താവിലേക്ക് നമ്മൾ നോക്കണം കേട്ടോ. കേട്ട വചനം എന്ത് ചെയ്യണം, ഹൃദയത്തിൽ
സംഗ്രഹിച്ചു ജീവിപ്പാൻ തക്ക വിധം ആത്മാവിൽ ഒരുക്കപ്പെടണം കേട്ടോ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരരുത്. എത്ര വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തളത്തിൽ ഉണ്ടെന്ന് ഓരോ ദിവസവും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ പ്രിയ മക്കളെ. ഇത്രയും കാലമായല്ലോ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയിട്ട്, ഇത്രയും വർഷമായല്ലോ എൻ്റെ ഹൃദയത്തിനകത്തളത്തിൽ കാണാപ്പാഠം പറയാൻ പറ്റുന്ന എത്ര വചനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം ഹൃദയത്തിൽ കിടക്കുന്നത് ആമേശ്വത പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് അറ്റുപോയിട്ടില്ല, ആത്മാവിൻ്റെ നടത്തിപ്പ് നിന്നിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തരുന്ന തെളിവുകളാണ്. പ്രൈസ് ദി ലോർഡ്. അകത്തളത്തിൽ വചനമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാർ വചനം വിളിച്ചു പറയാൻ തുടങ്ങി. യോവേൽ പ്രവചനത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരക്ഷരം പോലും ശബ്ദിക്കാതിരുന്ന പത്രോസ് ആമേശ്വത വചനങ്ങളെ തുരുതുരാ വിളിച്ചു പറയുകയാ. കാരണം ആത്മാവിന്റെ നടത്തിപ്പ് ജീവിതത്തിന്മേൽ ആമേശ്വത ക്രമപ്പെടുമ്പോൾ നിന്റെ അതരത്തിൽ നിന്ന് ഹൃദയത്തിൽ കിടക്കുന്ന വചനങ്ങൾ പുറത്തേക്ക് ഒഴുകുവാനിടയായി തീരും. ആ വചനമാണ് നിന്നെ നിലനിർത്തുന്നത്, ആ വചനമാണ് നിന്നെ നടത്തുന്നത്. ആമേൻ. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാ പ്രിയ മക്കളെ. ഹല്ലേലൂയ. നമ്മൾ കേട്ട ആമേശ്വരം ഹല്ലേലൂയ വചനം ശ്രദ്ധയോടുകൂടെ ഉൾക്കൊള്ളണം കേട്ടോ. ആമേ. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, എബ്രായ ലേഖനം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത് അധികം ശ്രദ്ധയോടെ. എല്ലാ കണ്ണുകളും അടക്കാം. ആമേശ്വരം. ഇത് നിസ്സാരമായൊരു കാര്യമല്ല പ്രിയ മക്കളെ. ആമേശ്വരം. നമ്മൾ ആമേശ്വരം പഠിച്ചു പഠിച്ചു പഠിച്ച് ഉയരങ്ങളിലേക്ക് ഒരുപക്ഷെ നമുക്ക് കടന്നു പോയാൽ ഒരു സയന്റിസ്റ്റായി തീർന്നെന്നിരിക്കാം, ഒരു PhD കാരനായി മാറിയെന്നിരിക്കാം. പക്ഷെ അതൊന്നും നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകത്തില്ല. പക്ഷെ ഈ നിന്റെ കരത്തിൽ ഈ കൊച്ചു പുസ്തകമില്ലേ, ഇതിന്റെ അകത്തുള്ള ഓരോ വചനങ്ങളും നീ ഒന്ന് അനുസരിച്ചു ജീവിച്ച, ഈ കേൾക്കപ്പെടുന്ന ഒന്ന് അധികം ശ്രദ്ധയോടൊന്ന് കരുതിയ, നിനക്കൊരു രാജ്യത്തിൽ പ്രവേശിക്കാം, നിനക്കൊരു നിത്യതയിൽ പ്രവേശിക്കാം, നിനക്കൊരു സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകാം. ആത്മാവിന്റെ ഒരു വലിയ നടത്തിപ്പ് നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കുവാനിടയായിട്ടില്ല. അപ്പന്റെ കരങ്ങളിലേക്ക് ഒന്ന് നിനക്ക് ഏൽപ്പിക്കാമോ? എത്ര വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ട്? കഴിഞ്ഞ ആഴ്ച നീ കേട്ടത് ഏത് അധ്യായത്തിൽ നിന്ന് ഏത് വാക്യമാണ്? അതിന് മുമ്പത്തെ ആഴ്ച അങ്ങനെ ഒരു 3 ആഴ്ചത്തെ വചനമെങ്കിലും നിനക്കൊന്ന് ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ടോ? ആ മെസ്സേജ് അതിനകത്ത് ചിലപ്പോ 3/4 മണിക്കൂർ 1 മണിക്കൂറുള്ള മെസ്സേജ് പൂർണ്ണമായിട്ടുള്ളതല്ല. ഒരു 15 മിനിറ്റത്തെ ഒരു 20 മിനിറ്റത്തെ സന്ദേശം നിനക്കൊന്ന് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നു, നീ വിജയിച്ചു. ഈ വചനം ശ്രദ്ധയിൽ വെച്ച് കേട്ട് അതിൽ പ്രകാരം ജീവിപ്പാൻ നമുക്ക് ഒരുക്കപ്പെടാം. നമുക്ക് മുമ്പേ സദ്വർത്തമാനം കേട്ട പലരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവം ഒരുക്കിയ സ്ഥലത്ത് അവർ പ്രവേശിച്ചെന്ന് പുസ്തകത്തിൽ കാണുന്നില്ല. ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ നിത്യരക്ഷ നമുക്ക് ഉറപ്പുവരുത്താം. കർത്താവേ, കേട്ട വചനം അധികം ശ്രദ്ധയോടെ കേട്ട ആ വചനപ്രകാരം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.